ഹായ് വിയേഴ്സ്, അശ്വത കെമിസ്ട്രിയിലോട്ട് അവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പ്ലസ് ടു കെമിസ്ട്രിയിലെ 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കോർഡിനേഷൻ കോമൺസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഓൾറെഡി ഒരു ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് കൂടി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോൺ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിലും വാലൻസ് ബോണ്ട് തിയറി, വാലൻസ് ബോണ്ട് തിയറിയും ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുമാണ് നമുക്ക് ഇനി റിമൈനിങ് ആയിട്ടുള്ള പോർഷൻസ് എന്ന് പറയുന്നത്. അതിൽ വാലൻസ് ബോണ്ട് തിയറി നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലോട്ട് കിടക്കാം. സോഡിയേഴ്സ്, വാലൻസ് ബോണ്ട് തിയറി, അതുപോലെ തന്നെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, ഇത്തരം തിയറീസ് എല്ലാം ഇമേജ് ആയതിന്റെ കാരണം തന്നെ എന്തുകൊണ്ട് ചില കോമ്പൗണ്ട്സ് ഇതുപോലുള്ള കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു, എന്തുകൊണ്ട് അവർക്ക് പെർട്ടിക്കുലർ ഡയറക്ഷൻസ് വരുന്നു, എന്തുകൊണ്ട് അവർ കളേർഡ് കോമ്പൗണ്ട്സ് ആയിട്ട് മാറുന്നു എന്നിങ്ങനെയുള്ള പല വിധത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ്. ഓക്കെ, സോ അതിൽ വാലൻസ് ബോണ്ട് തിയറി പറയുന്നത് ഹൈബ്രിഡൈസേഷനെ ബേസ് ചെയ്തിട്ടാണ്. ഓൾറെഡി നമ്മൾ പ്ലസ് 1 പ്ലസ് 2 ഹൈബ്രിഡൈസേഷൻ എന്ത് എന്നുള്ളത് പഠിച്ചു വെച്ചിട്ടുണ്ട്. സോ വാലൻസ് ബോണ്ട് തിയറി പറയുന്നതും ഇതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. നമ്മുടെ ലിഗാൻസ് ഒരു മെറ്റലിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ലിഗാൻസിന്റെ അപ്രോച്ചിങ് കാരണം നമ്മുടെ മെറ്റൽ അയൺ തന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള എസ് എന്ന് പറഞ്ഞ സബ് ഷെല്ല്, പി എന്ന് പറഞ്ഞ സബ് ഷെല്ല്, അതുപോലെ തന്നെ ഡി എന്ന് പറഞ്ഞ സബ് ഷെല്ല്, ഔട്ടർ മോസ്റ്റിലുള്ള എസ്, പി, ഡി ഈ 3 സബ് ഷെല്ലുകൾ യൂസ് ചെയ്ത ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള എസ് സബ് ഷെല്ല്, പി സബ് ഷെല്ല്, അതേപോലെ തൊട്ടു മുമ്പിലുള്ള പെനൽറ്റിമേറ്റ് ഷെല്ലിലുള്ള ഡി സബ് ഷെല്ല് എന്നിവ ഉപയോഗിച്ച് ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. സോ 2 രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻസ് ആണ് നമുക്ക് ഇവിടെ എൻകൗണ്ടർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നുകിൽ N-1D, NS, NP എന്നീ സബ് ഷെല്ലുകൾ യൂസ് ചെയ്യും. അപ്പൊ NSLP എന്ന് പറയുമ്പോൾ ഔട്ടർ മോസ്റ്റ് സബ് ഷെൽസ് ആണ്. N-1D എന്ന് പറയുമ്പോഴോ N-1 എന്ന് പറഞ്ഞാലുള്ള അർത്ഥം അത് പെനൽറ്റിമേറ്റ് ആണ്, അല്ലെ? സോ പെനൽറ്റിമേറ്റ് സബ് ഷെല്ലായിട്ടുള്ള ഡി ഉപയോഗിക്കും. അല്ലെങ്കിൽ അവർ NS, NP, ND എന്ന് പറഞ്ഞിട്ട് ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള 3 സബ് ഷെൽസും യൂസ് ചെയ്യും. ഇവരെ യൂസ് ചെയ്തിട്ട് ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. സോ പല വിധത്തിലുള്ള ഹൈബ്രിഡൈസേഷൻസ് ഫോം ചെയ്യാറുണ്ട്. sp3, dsp2, sp3d3, sp3d2, sp3d, d2, sp3 ഇങ്ങനെ പല വിധത്തിലുള്ള ഹൈബ്രിഡൈസേഷൻസ് ഇവർ ഫോം ചെയ്യാറുണ്ട്. അപ്പോ ഈ ഹൈബ്രിഡൈസേഷൻ നടക്കുന്നു. അതിനുശേഷം ആ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസിൽ നമ്മുടെ ലിഗാൻഡ്സ് അവരുടെ ഇലക്ട്രോൺസിനെ കൊണ്ടുവരുന്നു. അങ്ങനെ നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലും ഇൻകമിംഗ് ആയിട്ടുള്ള ആ ലിഗാൻഡിന്റെ ആ ഒരു ഇലക്ട്രോൺ പെയറുള്ള ആ ഒരു ഓർബിറ്റലും തമ്മിൽ മെർജ് ചെയ്ത് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നു. ഒരു കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നു. ഇങ്ങനെയാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത് എന്നാണ് VBT നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ 1-2 നമ്മുടെ ഹൈബ്രിഡൈസേഷൻസ് ഞാൻ എഴുതി കാണിക്കാം. sp3 ഉണ്ടാവാറുണ്ട്, dsp2, sp3d, d2sp3, sp3d2, sp3d3 ഉണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ടാവില്ല. sp3d3 ഇങ്ങനെ പല വിധത്തിലുള്ള ഹൈബ്രിഡൈസേഷൻസ് ആണ് ഇവർ ഫോം ചെയ്യാറുള്ളത്. അപ്പോ ഈ ഹൈബ്രിഡൈസേഷൻ കാണുമ്പോൾ മനസ്സിലാക്കുക, sp3 എന്ന് പറഞ്ഞാലുള്ള അർത്ഥം എന്താണ്? ഒരു എസും 3 പിയും, അല്ലെ? അപ്പൊ ഒരു എസും 3 പി എന്ന് പറഞ്ഞാൽ മൊത്തം 4 പേര്, അല്ലെ? അപ്പൊ അതിന്റെ ഷേപ്പ് എന്തായിരിക്കും? കോർഡിനേഷൻ നമ്പർ 4 ആണ്. ഷേപ്പ് വന്നിട്ട് ടെട്രാഹീഡ്രൽ ആണ്. ഓക്കെ, സോ ടെട്രാഹീഡ്രൽ ഷേപ്പിലാണ് sp3 ഹൈബ്രിഡൈസേഷനിലുള്ള ആ 4 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസും കാണപ്പെടുക. ടെട്രാഹീഡ്രൽ ഷേപ്പിലാണ്. സോ ടെട്രാഹീഡ്രൽ മാനറിൽ ആ 4 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസും സ്പേസ് ഓക്കുപൈ ചെയ്യും. അവിടോട്ട് ആര് വരുന്നു? നമ്മുടെ ലിഗാൻഡ് വരുന്നു. ഓക്കെ, അപ്പൊ ഈ ഹൈബ്രിഡൈസേഷൻ കുറിച്ചൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. dsp2 വരുമ്പോൾ മനസ്സിലാക്കുക, ഡി കഴിഞ്ഞിട്ടാണ് എസും ബിയും വന്നിട്ടുള്ളത്. അതിനർത്ഥം N-1D ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. NSഉം NPയും അതുപോലെ N-1D. അപ്പൊ ഡി ഫ്രണ്ടിലോട്ട് വന്നാൽ N-1D ആണ് മനസ്സിലാക്കുക. അപ്പൊ ഉദാഹരണത്തിന് 4ാമത്തെ ഷെല്ലിലുള്ള എസും പിയും ആണുള്ളതെങ്കിൽ 3ാമത്തെ ഷെല്ലിലുള്ള ഡി ആയിരിക്കും അത് 3D, 4S, 4P. 5ാമത്തെ ഷെല്ലിലുള്ള എസും ബിയും ആണെങ്കിൽ അത് 4ാമത്തെ ഷെല്ലിലുള്ള ഡി ആയിരിക്കും 4D, 5S, 5P. സോ അതാണ് ഇതിന്റെ അർത്ഥം. ഇങ്ങനെ d2sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ആ ഷേപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ പ്ലാനാർ ആയിരിക്കും. സ്ക്വയർ പ്ലാനാർ ഷേപ്പിലായിരിക്കും ആ ഒരു മോളിക്യൂൾ കാണപ്പെടുക. ഓക്കെ, sp3d ആണെങ്കിലോ മൊത്തം 5 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ട്. സോ sp3ക്ക് ശേഷമാണ് ഡി വന്നിട്ടുള്ളത്. അപ്പോ എസും പിയും ഡിയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ആൾക്കാരായിരിക്കും. ഇപ്പൊ 4th ഷെല്ലാണെങ്കിൽ 4S, 4P, 4D തന്നെയാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്.
അല്ല NS NP ND ഉപയോഗിച്ചാലാണ് അങ്ങനെ വരിക. സോ അവിടെ മൊത്തം 5 പേരുണ്ട്. ട്രയഗണൽ ബൈ പിരമിഡൽ ഷേപ്പ്. ഓക്കെ, സോ ട്രയഗണൽ ബൈ പിരമിഡൽ ഷേപ്പിലാണ് അത് കാണപ്പെടുക. ഇനി D2sp3 ആണെങ്കിലോ മൊത്തം 6 പേരുണ്ട്. സോ അത് ഒക്ടാഹിഡൽ ഷേപ്പിലാണ് കാണപ്പെടുക. ആൻഡ് വൺസ് അഗൈൻ N-1D NS NP അതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഒക്ടാഹിഡൽ ഷേപ്പിലാണ് ഇയാൾ കാണപ്പെടുക. ഒക്ടാഹിഡൽ ഷേപ്പിലാണ് കാണപ്പെടുക. ഓക്കെ, sp3D2 ആണെങ്കിലും അതും ഒക്ടാഹിഡൽ ഷേപ്പ് തന്നെയാണ്. പക്ഷെ എന്താണ്, എസും പിയും ഡിയും ഔട്ടർമോസ്റ്റ് ഷേപ്പിലുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, സോ അതും ഒക്ടാഹിഡൽ ഷേപ്പ് തന്നെയാണ്. ഇനി sp3D3 ആണെങ്കിൽ മൊത്തം 7 ആൾക്കാരുണ്ട്. അതുകൊണ്ട് അത് പെന്റഗണൽ ബൈ പിരമിഡൽ ഷേപ്പിലാണ് കാണപ്പെടുക. ഓക്കെ, പെന്റഗണൽ ബൈ പിരമിഡൽ ഷേപ്പിലാണ് കാണപ്പെടുക. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ ജിയോമെട്രിക്സ് വരുന്നത്. ഓക്കെ, എനിവേ അപ്പൊ നമുക്ക് നമ്മുടെ കോൺസെപ്റ്റിലോട്ട് വരാം. ഹൈബ്രിഡൈസേഷൻ നടക്കുന്നു, അവർ സ്പേസിൽ സ്പെസിഫിക് പൊസിഷൻസ് അറേഞ്ച് ചെയ്യുന്നു, ഓക്കുപൈ ചെയ്യുന്നു. അവിടോട്ട് ലിഗാൻസ് വന്ന് തന്റെ ഇലക്ട്രോൺസിനെ കൊടുത്തിട്ട് ആ ഒരു ജിയോമെട്രി ഫോം ആവുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ലിഗാൻസ് 2 ടൈപ്പ് ഉണ്ട്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻസും ഉണ്ട്, വീക്ക് ഫീൽഡ് ലിഗാൻസും ഉണ്ട്. അങ്ങനെ 2 ടൈപ്പാണ് നമ്മുടെ ലിഗാൻസ് ഉള്ളത്. അറിഞ്ഞു വെക്കുക ഏതെല്ലാമാണ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ് ഉണ്ട്, അതേപോലെ വീക്ക് ഫീൽഡ് ലിഗാൻസും ഉണ്ട്. ഇങ്ങനെ 2 ടൈപ്പിലാണ് നമ്മുടെ ലിഗാൻസ് എല്ലാം ഉള്ളത്. ഒരുപാട് ടൈപ്പ് ലിഗാൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പൊ സ്ട്രോങ് ഫീൽഡ് ലിഗാൻസും വീക്ക് ഫീൽഡ് ലിഗാൻസും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നുള്ളത് ആ ഹൈബ്രിഡൈസേഷനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ഇവർക്ക് 1-2 എക്സാമ്പിൾസ് ഞാൻ തരാം. ഓക്കെ, സ്ട്രോങ് ഫീൽഡ് ലിഗാൻസിനും വീക്ക് ഫീൽഡ് ലിഗാൻസിനും ഞാൻ എക്സാമ്പിൾസ് തരാം. സ്ട്രോങ് ഫീൽഡ് ലിഗാൻസിന് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ അമോണിനെ ഓർത്തു വെച്ചോളൂ, അതേപോലെ Cn മൈനസ് സൈനൈഡിനെ ഓർത്തു വെച്ചോളൂ. സൈനൈഡിനെ ഓർത്തു വെച്ചോളൂ. ഓക്കെ, അതേസമയം വീക്ക് ഫീൽഡ് ലിഗാൻസിന് എക്സാമ്പിൾ ആയിട്ട് ഫ്ലോറിൻ, ക്ലോറിൻ, വാട്ടർ അങ്ങനെയുള്ള ആൾക്കാരൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇവരെല്ലാവരും വീക്ക് ഫീൽഡ് ലിഗാൻസ് ആണ്. കേട്ടല്ലോ. ഓക്കെ, അപ്പൊ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ് വരുന്നതെങ്കിൽ ആ ലിഗാൻഡിന് ഒരു സ്വഭാവമുണ്ട്. ഹൈബ്രിഡൈസേഷൻ നടക്കുന്നതിന് വേണ്ടി ഇലക്ട്രോൺസിനെ പെയർ ചെയ്യിപ്പിക്കാനുള്ള കഴിവുണ്ട്. വീക്ക് ഫീൽഡ് ലിഗാൻഡ്സ് ആണെങ്കിൽ ഇലക്ട്രോൺസിനെ പെയർ ചെയ്യിക്കാനുള്ള കഴിവ് ഇല്ല. അപ്പൊ എന്താണ് പെയർ ചെയ്യിപ്പിക്കുക, എന്താണ് ചെയ്യിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു മോളിക്യൂൾ എടുക്കാം. ആ മോളിക്യൂൾ ആരാണെന്ന് ചോദിച്ചാൽ പറഞ്ഞെടുക്കാം, നിക്കൽ വെച്ചിട്ട് പറയാം. ഓക്കെ, സോ നിക്കൽ ടെട്രാ ഫ്ലോറൈഡ് എടുക്കാം. നിക്കൽ ടെട്രാ ഫ്ലോറൈഡ്. ഓക്കെ, ടെട്രാ ഫ്ലോറോ നിക്കലേറ്റ് അതാണ് നമ്മൾ എടുത്തിട്ടുള്ള കോമ്പൗണ്ട് NiF4 2-. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചോ, ഈ ഒരു കോമ്പൗണ്ട് എന്ന് പറഞ്ഞാല് സെൻട്രൽ മെറ്റൽ ആരാണ്, നമ്മുടെ നിക്കലാണ് നമുക്കറിയാം. ലിഗാൻഡ് ഫ്ലോറിൻ ആണ്. മുകളിലത്തെ ചാർജ് കോർഡിനേഷൻ സ്ഫിയർ ചാർജ് 2- ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആ നിക്കലിന്റെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ചാർജ് ആണ്. ഓക്കെ, നമുക്കറിയാം ഫ്ലോറിന്റെ ചാർജ് -1 ആണ്. അപ്പൊ 4 ഫ്ലോറിന് -4 എന്നുള്ള ചാർജ് ആണ്. ടോട്ടൽ ചാർജ് 2- ആണ്. അപ്പൊ അതിൽ നിന്ന് നിക്കലിന്റെ ചാർജ് +2 നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ഞാനൊന്ന് ചെയ്ത് കാണിക്കാം. നമ്മൾ സാധാരണ ചെറുപ്പത്തിൽ ചെയ്തിട്ടുള്ള പോലെ തന്നെയാണ്. നിക്കലിന്റെ ചാർജ് X ആയിട്ട് എടുത്താൽ X. എത്ര നിക്കലുണ്ട്? ഒരു നിക്കലേ ഉള്ളൂ. സോ 1x അല്ലെങ്കിൽ x×1 എന്ന് പറയാം. പ്ലസ് എത്ര ഫ്ലോറിനുണ്ട്? 4. ഒരു ഫ്ലോറിന്റെ ചാർജ് -1 ആണ്. സോ -1 × 4 ഫ്ലോറിനുണ്ട്, അതുകൊണ്ട് 4 ഈക്വൽ എത്ര കിട്ടണം? 2- ചാർജ് ആണ്. അപ്പൊ 2- എഴുതാൻ പാടില്ല, -2 എഴുതണം. -2 ചാർജ് ആണുള്ളത്. അപ്പൊ അങ്ങനെ തന്നെ എഴുതണം. 2- എഴുതാൻ മാറും, തെറ്റും. അപ്പൊ x×1 x, -1 × 4 -4 ഈക്വൽ ടു -2. സോ x ഈസ് ഈക്വൽ ടു -2 + 4 ഈക്വൽ ടു +2 എന്ന് കിട്ടും. സോ ഈ ഒരു കോമ്പൗണ്ട്, ഈ ഒരു കോംപ്ലക്സ് നമ്മുടെ നിക്കലിന്റെ ചാർജ് എന്താണ്? +2 ചാർജ് ആണ്. ഓക്കെ, അപ്പൊ +2 ചാർജ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ നിക്കലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. നിക്കലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം എന്താണ്? 1s2 2s2 2p6 3s2 3p6 4s2 3d8. കാരണം നിക്കലിന്റെ ആറ്റം നമ്പർ 28 ആണ്. ഓക്കെ, സോ നിക്കലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്, നിക്കലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആറ്റം നമ്പർ 28 എങ്ങനെയാണ് അവസാനിക്കുക? ആർഗൺ 4s2 3d8 എന്നാണ് അവസാനിക്കുക. ആർഗൺ 4s2 3d8. ഇതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? 3d8 ആദ്യം എഴുതാം. ഓക്കെ, 3d8 4s2 എന്നാണ് എഴുതുക. അപ്പൊ തൊട്ടടുത്ത് 4p ഉണ്ട്. പക്ഷെ പിയിലെ ഇലക്ട്രോൺ ഒന്നും ഇല്ല. പക്ഷെ നിങ്ങൾക്ക് കാര്യം അറിയാൻ വേണ്ടി ഞാൻ അതും കൂടി എഴുതി തരാം. 4p0. ആ പിയിലെ ഇലക്ട്രോൺസ് ഒന്നും ഇല്ല.
അതുകൊണ്ടാണ് 4p0 എന്ന് എഴുതിയത്. അപ്പൊ ഇത് നമ്മുടെ നിക്കലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. നമുക്ക് വേണ്ടത് നിക്കൽ 2+ ആണ് അല്ലെ, നിക്കൽ 2+ ആണ് നമുക്ക് ഇവിടെ ഉള്ള ആള്. Na2+ ആണ് ഉള്ളത്. അപ്പൊ 2 ഇലക്ട്രോൺ നമ്മുടെ ആറ്റം ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 ഇലക്ട്രോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ എവിടത്തെയാണ് കൊടുക്കുക? ഔട്ടർ മോസ്റ്റിനാണ് കൊടുക്കുക അല്ലെ. അപ്പൊ 4sലുള്ള 2 ഇലക്ട്രോൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിക്കൽ 2+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് വരും? നിക്കൽ 2+ന്റെ ആർഗൺ 3d8 4s0 4p0 എന്ന് വരും. കാരണം എസിലുള്ള 2 ഇലക്ട്രോൺസും കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ നിക്കലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കോംപ്ലക്സിനെ കുറിച്ച് നോക്കാം. അപ്പൊ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് പോയാണ്. നമുക്ക് അവസാനമുള്ള ആൾക്കാരെ മാത്രം എഴുതാൻ മതി, മുമ്പിലുള്ളതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഞാൻ എഴുതി കാണിക്കാം. നിക്കൽ 2+ന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഇത്, GS ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പൊ ഇവരെ മാത്രം എഴുതിയാൽ മതി, റാലി നമുക്ക് ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെ എഴുതില്ല, പെട്ടി വരച്ചിട്ട്. അപ്പൊ 3D എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക? 3d8 4s0 4p0. ആ 3Dയിലുള്ള 8 ഇലക്ട്രോൺസ് നോക്കിക്കോളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇനിയാണ് നമുക്ക് നമ്മുടെ ലിഗാൻഡിന്റെ കഴിവ് നോക്കേണ്ടത്. വന്നിട്ടുള്ള ലിഗാൻഡ് ആരാണ്? ഫ്ലോറിൻ ആണ് ആണല്ലോ. ഫ്ലോറിൻ ഞാൻ പറഞ്ഞ ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. സോ ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് ഫ്ലോറിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല എന്ന് ചോദിച്ചാൽ, അൺപെയർഡ് ആയിട്ടുള്ള 2 ഇലക്ട്രോൺസിനെ, നിക്കലിന്റെ കയ്യിൽ അൺപെയർഡ് ആയിട്ടുള്ള 2 ഇലക്ട്രോൺസിനെ പെയർ ചെയ്യിപ്പിക്കാനുള്ള കഴിവ് ഇല്ല. ആർക്കില്ല? നിക്കലിന് ഇല്ല. അപ്പോ നിക്കൽ വരുമ്പോ ഈ 2 ഇലക്ട്രോൺസും അവനവന്റെ പൊസിഷൻ അങ്ങനെ തന്നെയായിരിക്കും നിൽക്കുക. പക്ഷെ മറിച്ച് ഫോർ എക്സാമ്പിൾ സയനൈഡ് ആണ് വരുന്നത് എന്ന് വിചാരിക്കാം, സയനോ ഗ്രൂപ്പ് ആണ് വരുന്നത് എന്ന് വിചാരിക്കാം. അതൊരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് ആ ലിഗാൻഡ് എന്ത് ചെയ്യുന്ന അറിയോ? ഈ ഒരു ഇലക്ട്രോണ് നേരെ ഇങ്ങോട്ടേക്ക് ചാടിപ്പിക്കും. അപ്പൊ ഇത് ഇവിടെ പെയർഡ് ആവും. ഈ ഒരു ഓർബിറ്റൽ വേക്കന്റ് ആയിട്ട് മാറും. അപ്പൊ വേക്കന്റ് ആയതുകൊണ്ട് ആ ഡിയും ഈ എസും പിന്നെ 2 പിയും കൂടി ചേർന്ന് DsP2 ഹൈബ്രിഡൈസേഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ആര് വന്നാൽ? സയനൈഡ് ഗ്രൂപ്പ് വന്നാൽ, സയനോ ഗ്രൂപ്പ് വന്നാൽ. കാരണം 4 പേരെ എടുക്കുന്നത്. അപ്പൊ 4 പെട്ടി വേണം, 4 ഓർബിറ്റൽസ് വേണം. ഓക്കെ. അപ്പൊ സയനോ ഗ്രൂപ്പ് വരുമ്പോ അതിന് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? പെയർ ചെയ്യിപ്പിക്കാനുള്ള കഴിവുണ്ട്. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാത്രം പെയർ ചെയ്യിപ്പിക്കും. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു അൺപെയർഡ് ഉണ്ട്, ഇവിടെ ഒന്നുണ്ട്. അപ്പൊ അതിനെ തൂക്കി ഇങ്ങോട്ട് എടുത്തോളൂ. ആ ലിഗാൻഡ് സ്ട്രോങ് ഫീൽഡ് ആയതുകൊണ്ട്. അപ്പൊ ഇത് പെയർഡ് ആവും, ഇത് വാക്കന്റ് ആവും. 1 2 3 4 ഹൈബ്രിഡൈസേഷൻ DsP2. പക്ഷെ വന്നിരിക്കുന്ന ആരാണ്? ഫ്ലോറിനാണ്. അവന് അത്തരം കഴിവൊന്നുമില്ല. അപ്പൊ ഇതിനെ ഡിസ്റ്റേബ് ചെയ്യുകയേ ഇല്ല. നിങ്ങളെ രീതിക്ക് ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഫ്ലോറിൻ അതിന്റെ പണി മാത്രം നോക്കും. അപ്പോൾ ഈ ഒരു എസും ഈ ഒരു 3 പിയുമാണ് ഇനി ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇവരാണ് ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം 4 പെട്ടി വേണം, 4 ഓർബിറ്റൽസ് വേണം. കാരണം 4 ഫ്ലോറിൻ വരുന്നുണ്ട്. സോ 1 2 3 4 ഫ്ലോറിൻ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് പെയറിംഗ് ചെയ്യിക്കാനുള്ള കഴിവ് ഇല്ല. അപ്പൊ ഒരു എസ് 3 പി sp3 ഹൈബ്രിഡൈസേഷൻ ആണ് നടക്കുക. അപ്പൊ അത് നമുക്ക് വരയ്ക്കാം. ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് എന്തിലോട്ട് വരാം? ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലോട്ട് വരാം. ഹൈബ്രിഡൈസ്ഡ്. അപ്പൊ ഇതിന് വ്യത്യാസമൊന്നുമില്ല. 3D8 അങ്ങനെ തന്നെയാണ്. ഇതെന്തായി? sp3. 1 2 3 4 1 2 3 4. അപ്പൊ sp3 അങ്ങനെ നമുക്ക് 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് കിട്ടി ആണല്ലോ. ഓക്കെ. ഈ 8 ഇലക്ട്രോൺസിന് ഒരു വ്യത്യാസമില്ല. അതിനങ്ങനെ തന്നെ ഇടാം. ഇനി ഈ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസിലോട്ട് ആര് വരും? ഫ്ലോറിന്റെ ഇലക്ട്രോൺസ് വരും അല്ലെ. ഓരോ ഫ്ലോറിനും ഓരോ ലിഗനും 2 ഇലക്ട്രോൺസിന് കൊടുക്കുന്നു. അപ്പോ ഈ 2 ഇലക്ട്രോണും ഒരു ഫ്ലോറിന്റെയാണ്. ഇത് അടുത്ത ഫ്ലോറിൻ, ഇത് അടുത്ത ഫ്ലോറിൻ, ഇത് അടുത്ത ഫ്ലോറിൻ. അങ്ങനെയാണ് അവർക്കിടയിൽ ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ വാലൻസ് ബോണ്ട് തിയറി പറയുന്നത്. VBT പറയുന്നതും ഇത് തന്നെയാണ്. ഓക്കെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു മോളിക്കൂൾ, ഈ ഒരു കോംപ്ലക്സ് എന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ആയിരിക്കും അല്ലെ. അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ പാരാമാഗ്നറ്റിക് ആണ്, അൺപെയർഡ് ഇല്ലെങ്കിൽ ഡയാമാഗ്നറ്റിക് ആണ്. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇനി ഈ ഒരു കോംപ്ലക്സിനെ പറയപ്പെടുന്ന പേരുകൾ നോക്കിക്കോളൂ. ഔട്ടർ ഓർബിറ്റൽ
കോംപ്ലക്സ് എന്ന് പറയാറുണ്ട് ഇതിന്. എന്തുകൊണ്ട് ഔട്ടർ ഓർബിറ്റൽ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ വാലൻസ് ഷെല്ലുകൾ മാത്രമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. പെനൽറ്റിമേറ്റ് ഷെല്ല് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. 4s 4p ആണ്. കൂടെ ആരും വന്നിട്ടില്ല, 3 വന്നിട്ടില്ല, തേർഡ് ഷെല്ലിലുള്ള ആരും വന്നിട്ടില്ല. അങ്ങനെ ഔട്ടർ മോസ്റ്റ് മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ അതിനെ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്ന് പറയും. പെനൽറ്റിമേറ്റ് ഓർബിറ്റൽ ഏതെങ്കിലും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്ന് പറയും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ സൈനോ ഗ്രൂപ്പാണ് വന്നിട്ടുള്ളതെങ്കിൽ ഇലക്ട്രോൺ ഇങ്ങനെ വന്ന് പെയറിംഗ് നടന്നിരിക്കും. അപ്പൊ ഈ ഒരു ഡിയും ഒരു എസും 2 പിയും ചേർന്നിട്ടുണ്ടാവും. അപ്പോ ഔട്ടർ മോസ്റ്റ് മാത്രമല്ല പെനൽറ്റിമേറ്റും വന്നിട്ടുണ്ട്. അപ്പൊ അത് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി സൈനോ വന്നിട്ടുണ്ടെങ്കിൽ പെയറിംഗ് നടക്കുമെന്ന് പറഞ്ഞു അല്ലെ, പക്ഷെ ഇവിടെ എന്താ നടന്നിട്ടില്ല, പെയറിംഗ് നടന്നിട്ടില്ല. അതുകൊണ്ട് ഇതിന് സ്പിൻ ഫ്രീ കോംപ്ലക്സ് എന്നുകൂടി പറയപ്പെടാറുണ്ട്. സ്പിൻ ഫ്രീ കോംപ്ലക്സ്, സ്പിൻ ഫ്രീ കോംപ്ലക്സ് എന്നുകൂടി പറയപ്പെടാറുണ്ട്. ഓക്കെ, അപ്പൊ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്ന് പറയും, സ്പിൻ ഫ്രീ കോംപ്ലക്സ് എന്ന് പറയും, അതേപോലെ ഹൈ സ്പിൻ കോംപ്ലക്സ് എന്നുകൂടി പറയപ്പെടാറുണ്ട്. സാധാരണ അവർക്കുള്ള മൂന്നാമത്തെ പേര് ഹൈ സ്പിൻ കോംപ്ലക്സ്. ഹൈ സ്പിൻ കോംപ്ലക്സ്. അതായത് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കുമ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസ് കൂടുതലുള്ളതുകൊണ്ട് അതിന്റെ മാഗ്നറ്റിക് മൊമെന്റും കൂടുതലായിരിക്കും. സോ ഇതാണ് നമ്മുടെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. കേട്ടല്ലോ, ഔട്ടർ ഓർബിറ്റല് സ്പിൻ ഫ്രീ അല്ലെങ്കിൽ ഹൈ സ്പിൻ ഇങ്ങനെയാണ് അറിയപ്പെടുക. അപ്പൊ മറ്റവരാണെങ്കിലോ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്നറിയപ്പെടും, സ്പിൻ പെയർഡ് കോംപ്ലക്സ് എന്നറിയപ്പെടും, അല്ലെങ്കിൽ ലോ സ്പിൻ കോംപ്ലക്സ് എന്നറിയപ്പെടും. നമുക്ക് അതിനെ കുറിച്ചുകൂടി ഒരു എക്സാം ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ എടുത്തത് 4 പേരുള്ള ഒരു കോംപ്ലക്സ് ആണ്. ഇനി 6 പേരുള്ളതൊന്ന് പറഞ്ഞുതരാം. പക്ഷെ അവിടെ ഞാൻ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡാണ് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതേപോലെ ഈ ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആവും. അപ്പൊ അതുകൂടി ഒന്ന് നമുക്ക് നോക്കാം. നമുക്കിനി ഹെക്സാ അമൈൻ കൊബാൾട്ട് 3 ആ ഒരു കോമ്പൗണ്ട്സിനെ കുറിച്ച് നോക്കാം. സോ CO NH3 6 times 3+. ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വൺസ് അഗൈൻ ഫസ്റ്റ് എന്ത് ചെയ്യണം, കൊബാൾട്ടിന്റെ ഓക്സിജൻ നമ്പർ കണ്ടുപിടിക്കണം. അഫ്കോഴ്സ് അത് +3 തന്നെയാണ്. കാരണം അമോണിയ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇവിടെ ലിഗാൻഡ് ഇവിടെ എന്താണ്, ന്യൂട്രൽ ആയിട്ടുള്ളതാണ്, ന്യൂട്രൽ ലിഗാൻഡ് ആണ്. അതുകൊണ്ട് അവർക്ക് എന്തില്ല, ചാർജ് ഇല്ല. അപ്പൊ അമോണിയക്ക് ചാർജ് ഇല്ല. അപ്പൊ സ്ഫിയറിന് മൊത്തത്തിലുള്ള ചാർജ് എന്ന് പറയുന്നത് ആരുടെ തന്നെ ചാർജ് ആയിരിക്കും, കൊബാൾട്ടിന്റെ തന്നെ ചാർജ് ആയിരിക്കും. അപ്പൊ ഇവിടെ കൊബാൾട്ട് 3+ എന്നാണ് ഓക്സിജൻ സ്റ്റേറ്റിലാണ് ഉള്ളത്. അപ്പൊ ആദ്യം നമുക്ക് കൊബാൾട്ടിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൺസിഡർ ചെയ്യും. വിത്ത് അറ്റോം നമ്പർ 27 ആർഗൺ 4s2 3d7 ആണ്. ഞാനൊന്ന് തിരിച്ചു എഴുതാം. 3d7 4s2 4p0 അപ്പൊ നമുക്ക് ആവശ്യം വരാണ് കൊബാൾട്ട് 3+ ആണ് നമുക്ക് ആവശ്യം അല്ലെ. അതിന്റെ എന്താ വരിക, ആർഗൺ 3 ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 എസിൽ നിന്ന് പോകുമ്പോൾ 1 ഡിയിൽ നിന്നാണ് പോവുക ആണല്ലോ. അപ്പൊ 3d 6 4s0 4p0 ഇതാണ് നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക ആണല്ലോ. അപ്പൊ ക്ലിയർ ആയി. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കോൺസെപ്റ്റിലോട്ട് അങ്ങ് വരാം. കൊബാൾട്ട് 3+ന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കൊന്ന് വരയ്ക്കാം, പെട്ടി പോലെ വരയ്ക്കാം. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരച്ചാൽ മതി. അപ്പോൾ എങ്ങനെ വരയ്ക്കാം, 3d 4s 4p 4p ഇലക്ട്രോൺ ഇല്ല, 4s ഇലക്ട്രോൺ ഇല്ല, 3d ആണെങ്കിലോ 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ 6 ഇലക്ട്രോൺസ് നമുക്കൊന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇനി വരുന്നതാരാണ്, അമൈൻ ഗ്രൂപ്പ്. എത്ര എണ്ണം, 6 എണ്ണം. സോറി, അമൈൻ അല്ല, അമോണിയ ഗ്രൂപ്പ്. ഓക്കെ, സോ 6 എണ്ണം വരുന്നുണ്ട്. അപ്പൊ 6 ബോക്സ് ആവശ്യമുണ്ട്, 6 പെട്ടി, 6 ഓർബിറ്റൽസ് വേണം. 4 എണ്ണം മാത്രമേ വേക്കന്റ് ആയിട്ട് കിടക്കുന്നുള്ളൂ. ഇനിയും 2 പേര് ആവശ്യമുണ്ട്. ഓക്കെ, ഈ 4p കഴിഞ്ഞിട്ട് അപ്പുറത്ത് 4d ഉണ്ട് കേട്ടാ, 4d ഉണ്ട്. ഞാനിവിടെ ചെറുതായിട്ടൊന്ന് വരച്ച് കാണിക്കാം. 4d0 4p കഴിഞ്ഞാൽ 4d ഉണ്ട്. അപ്പോ 1 2 3 4 5 6 അങ്ങനെ 6 പേര് എടുക്കാം. പക്ഷെ അമോണിയ സമ്മതിക്കില്ല, വരുന്ന അമോണിയ അതിന് സമ്മതിക്കില്ല. കാരണം അവനൊരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആവുമ്പോ ഇങ്ങനെ അപ്പുറത്തുള്ള 2 ബോക്സിനൊക്കെ എടുക്കാതെ മനക്കേടാണ്. അപ്പൊ അവൻ എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺ പിടിച്ച് ഇങ്ങോട്ടേക്ക് ചാടിക്കും, ഈ ഇലക്ട്രോൺ പിടിച്ച് ഇങ്ങോട്ടേക്ക് ചാടിക്കും. അങ്ങനെ 2 പേരിനെ നേരെ ഇങ്ങോട്ടേക്ക് ചാടിപ്പിക്കും. അപ്പൊ അതാണ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഓക്കെ, ഇത് നമുക്ക് അവിടെ ആവശ്യമില്ല, അവിടെ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് ഇതിന് ആവശ്യം വന്നില്ല. പക്ഷെ ഇവിടെ സ്ട്രോങ് ആണ് അവൻ, അതുകൊണ്ട് എന്താ സംഭവിക്കും,
എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് മാറും. അത് നമ്മൾ ഇതുപോലെ തന്നെയാണ് വരയ്ക്കുക. ഞാൻ അപ്പുറത്ത് 4D ഉണ്ട്, പക്ഷെ ഞാൻ ഇനി വരയ്ക്കുന്നില്ല. കാരണം 4Dയുടെ ആവശ്യം നമുക്കില്ല. 4Dയുടെ ആവശ്യം നമുക്കില്ല. നമുക്കൊന്ന് അറിയാൻ വേണ്ടി അവിടെ വരച്ചു തന്നേ ഉള്ളൂ. ആ 4D എടുക്കാമായിരുന്നു എന്ന് പറയാൻ വേണ്ടി കാണിച്ചതാണ്. പക്ഷെ നമ്മൾ മൂപ്പര് എടുക്കില്ല. അപ്പൊ ഫ്ലൂറിനോ ക്ലോറിനോ അങ്ങനെ വീക്കായിട്ടുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പേരും ചെയ്യിക്കാനൊന്നും നിൽക്കാണ്ട് എസ് ആ 3P ആ 2Dനെയും കൂടി എടുത്തിട്ട് sp3d2 ആയിട്ട് മാറിയാനെ. sp3d2 ആയിട്ട് മാറിയാനെ. വീക്ക് ഫീൽഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നാൽ, അതും ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണെങ്കിൽ 6 ലിഗാൻഡ്സ് ഉണ്ടെങ്കിൽ, 4 ലിഗാൻഡ് ആണെന്നുണ്ടെങ്കിൽ അത് sp3 വെച്ചിട്ട് സമാധാനത്തിൽ ഇരുന്നേനെ. 6 പേരാണെങ്കിൽ അപ്പുറത്തുള്ള ഡീനെ എടുത്തിരിക്കും. പക്ഷെ ഇവൻ സ്ട്രോങ് ആയതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, ഞാൻ അങ്ങോട്ടേക്കൊന്നും പോകില്ല, ഇവിടെ തന്നെ എടുക്കുന്നുണ്ട്. പേരും ചെയ്യിപ്പിക്കണം. അപ്പൊ നോക്കിക്കോളൂ, ഈ 2 ഇലക്ട്രോൺസിൽ ഒരു കുഴപ്പമില്ല, അവരങ്ങനെ തന്നെ നോക്കും. ഇവന്മാർ 2 അങ്ങനെ തന്നെ വന്നു. പിന്നെ ഇവൻ ഇവിടെ ഉണ്ട്, അവന്റെ അടുത്തോട്ട് ഇനിയൊട്ടും വന്നു. അതുപോലെ ഇവന് ഇവിടെ തന്നെ ഉണ്ട്, അവന്റെ അടുത്തോട്ട് ഇനിയൊട്ടും വന്നു. പേരും ചെയ്ത് കഴിഞ്ഞു അത്ര തന്നെ. അതിപ്പോ 2D അവൈലബിൾ ആയല്ലോ, വേക്കന്റ് ആയല്ലോ. ഈ 2D, ഈ ഒരു S, ഈ ഒരു 3P. ഓക്കെ, അപ്പൊ 2, 3, 3, 6 D2 sp3 ഹൈബ്രിഡൈസേഷൻ. Is it clear? ക്ലിയർ ആയല്ലോ. അപ്പോ ഇവർക്കിടയിലാണ് ഹൈബ്രിഡൈസേഷൻ നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ആ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് നോക്കിയാലോ. കോബാൾട്ട് 3 പേസിന്റെ ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ് ഒന്ന് നോക്കിയാൽ ഇവിടെ 3D ബാക്കിയുള്ളൂ. ഡിയിലാകെ 3 പെട്ടിയെ ബാക്കിയുള്ളൂ അല്ലെ. ബാക്കി 2 അങ്ങോട്ടേക്ക് പോയി. അപ്പൊ ഇനി 3 പെട്ടിയെ ഡിയിൽ ബാക്കിയുള്ളൂ. ഈ 2, 3, ആ 3, ആ 6 പെട്ടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ചേർത്ത് വരയ്ക്കാം. 6 പെട്ടിനെ ഒന്ന് ചോദിച്ചു. ഓരോരുത്തരുടെ പേരും എന്ത് തന്നെയാണ്? D2 sp3 എന്ന് തന്നെയാണ് ഓരോരുത്തരുടെ പേരും. ഞാൻ ഓരോരുത്തരുടെ താഴെ വരുന്നില്ല, ഒറ്റ തവണ പേര്. ഇത് ഓരോന്നിന്റെ പേരും എന്താണ്? D2 sp3, D2 sp3, D2 sp3 എന്നാണ് പേര്. ഈ 6 ഇലക്ട്രോൺസ് നമുക്ക് അതേപോലെ തന്നെ മെൻഷൻ ചെയ്യാം. ഇത് കോബാൾട്ടിന്റെ തന്നെ ഇലക്ട്രോൺസ് ആണ്. ഇനി 6 വാക്കന്റ് ആയിട്ടുള്ള ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടല്ലോ, ആ സ്പേസിൽ ഒരു ഒക്ടാഹെഡ്രൽ ജിയോമെട്രിയിൽ കാണപ്പെടും. അങ്ങോട്ടേക്ക് നമ്മുടെ അമോണിയ വരും തന്റെ ലോൺ പെയറുമായിട്ട്. എന്നിട്ട് അമോണിയ തന്റെ കയ്യിലുള്ള 2 ഇലക്ട്രോൺസിന് കൊടുക്കുകയാണ്. അപ്പൊ ഓരോ അമോണിയയും ഈ 2 ഇലക്ട്രോൺ വെച്ച് കൊടുത്തിട്ട് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നു. അപ്പൊ ഈ 2 ഇലക്ട്രോൺ ഒരു അമോണിയുടെ, അത് അടുത്ത അമോണിയ, അത് അടുത്ത അമോണിയ, അതങ്ങനെ പോകുന്നു. ബോണ്ട് ഫോർമേഷൻ നടന്നു, ഒക്ടാഹെഡ്രൽ ജിയോമെട്രിയിൽ കാണപ്പെടുന്നു. ക്ലിയർ ആയല്ലോ. ഇനി ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ എന്ന് നോക്കിയാൽ ഇല്ല. അതുകൊണ്ട് ഈ ഒരു മോളിക്കൂൾ ഡയാമാഗ്നറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബാലൻസ് ബോണ്ട് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ കോംപ്ലക്സുകൾ എങ്ങനെ ഫോം ചെയ്തെന്ന് നോക്കുക. ഇതുപോലെ ബാക്കി കുറച്ച് എക്സാംസ് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ടോ, നിങ്ങൾക്ക് തന്നെ സ്വയം ഒന്ന് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിന്റെ പേര് എന്തൊക്കെ പറയാം? ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ്. കാരണം ഡി ഫ്രണ്ട് എന്നാണ് വന്നിട്ടുള്ളത് അല്ല, മുമ്പത്തെ ഡി ആണ് വന്നത്. അതുകൊണ്ട് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ്. അതേപോലെ സ്പിൻ പെയർഡ് കോംപ്ലക്സ്, സ്പിൻ പെയർഡ് ചെയ്യപ്പെട്ടു, അതുകൊണ്ട് പെയർഡ് കോംപ്ലക്സ് അല്ലെങ്കിലോ ലോ സ്പിൻ കോംപ്ലക്സ് എന്നുകൂടി വേറെ അറിയപ്പെടാറുണ്ട്. ഈ വാലൻസ് ബോണ്ട് തിയറി ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന്റെ മാഗ്നറ്റിക് മൊമെന്റിനെ കുറിച്ച് പറയാനായിട്ട് സാധിക്കും, മാഗ്നറ്റിക് ക്രൈറ്റീരിയനെ കുറിച്ച് പറയാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോളൂ. ഇപ്പൊ ഇനീഷ്യലി കോബാൾട്ടിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു അല്ലെ. അത് വന്ന ലിഗാൻഡിന്റെ എഫക്ട് കാരണം പെയർഡ് ആയിട്ട് മാറിയപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലാത്ത അവസ്ഥയായി ഈ ഒരു മോളിക്കൂൾ ഡയാമാഗ്നറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി അല്ലെ. അപ്പോ 1, 2 അല്ലെങ്കിൽ 3 ഇലക്ട്രോൺസ് മാത്രമാണ് ഡി സബ്ഷെല്ലിൽ ഉള്ളതെന്ന് വിചാരിക്കുക. ഡിയിൽ 1, 2, 3 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഓരോ മോളിക്യൂൾസിനും ഓരോ അറ്റത്തും ഓരോ പോലെ. ഇപ്പൊ സ്കാൻഡിയം എടുത്താൽ ഡിയിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടാവുള്ളൂ, ടൈറ്റാനിയം എടുത്താൽ 2 എണ്ണം, പനേഡിയം എടുത്താൽ 3 എണ്ണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏത് ലിഗാൻഡ് വന്നാലും, വീക്കോ സ്ട്രോങ്ങോ ഏത് ലിഗാൻഡ് വന്നാലും ഒരു കുഴപ്പമില്ല. കാരണം അവരുടെ ഡിയില് ആകെ മാക്സിമം കൂടിപ്പോയി 3 ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ അല്ലെ. ഇപ്പൊ 1 ഉണ്ടെങ്കിലും അല്ലെങ്കിൽ 2 എണ്ണം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ 3 എണ്ണം ഉണ്ടെങ്കിലും ഈ 2 ഡി വാക്കന്റ് ആയിട്ടാണ് കാണപ്പെടുക ആണല്ലോ. അപ്പൊ 2 ഡിക്കും ഹൈബ്രിഡൈസേഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ പെയറിംഗ് നടത്തേണ്ട ആവശ്യം വരുന്നില്ല. സ്ട്രോങ് ആയിട്ടുള്ള ലിഗാൻഡ് തന്നെ വന്നിരുന്നാലും പെയറിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മുടെ ലിഗാൻഡ് പെയറിംഗ് ചെയ്യിപ്പിച്ചത് ഈ 2 പെട്ടിയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഈ 2 പെട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഓൾറെഡി അത് 2 വാക്കന്റ് ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഒരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഇവിടെ മാത്രമേ ഇലക്ട്രോൺ ഉണ്ടാവുള്ളൂ, അപ്പൊ ഇത് 2 വാക്കന്റ് ആണ്. 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഇവിടെ മാത്രം ഇലക്ട്രോൺസ് ഉണ്ടാവും, അപ്പോഴും അത് 2 വാക്കന്റ് ആണ്. 3 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ 3 പെട്ടിയിലെ ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ, അപ്പൊ ബാക്കി 2 ഓർബിറ്റൽസും അപ്പോഴും വാക്കന്റ് ആണ്. സോ അത്തരം ആറ്റത്തിന് ഏത് ലിഗാൻഡ് വന്നാലും
മാഗ്നറ്റിക് മൊമെന്റിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. പക്ഷെ 3ൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവിടെ വരുന്ന ലിഗാൻഡിന്റെ ക്യാരക്ടർ കൂടി നമ്മൾ നോക്കണം. അപ്പൊ 4 ഇലക്ട്രോൺ ആണ് ഉള്ളതെങ്കിൽ ഈ പെട്ടിയിലും കൂടി ഇലക്ട്രോൺ വന്നു വരിക. അപ്പൊ ഇനി ഒരു പെട്ടിയെ അവൈലബിൾ ഉള്ളൂ ഫ്രീ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് വരുന്ന ആള് സ്ട്രോങ് ആണെങ്കിൽ ഇതിനെ പേരം ചെയ്യിപ്പിക്കും ഈ ഒരു പെട്ടി കിട്ടാൻ. വീക്ക് ആണെങ്കിൽ പേരം ചെയ്യിപ്പിക്കില്ല, അപ്പുറത്തുള്ള ആനയെ തേടിപ്പോവും. 5 ഇലക്ട്രോൺസ് 6, 7, 8, 9, 10 വരെ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ തന്നെയാണ് പ്രൊസീജിയർ, തന്നെയാണ് നടക്കുക. സ്ട്രോങ് ആണെങ്കിൽ നടക്കും, വീക്ക് ആണെങ്കിൽ പേരിങ് നടക്കില്ല. അങ്ങനെ മാറി മാറി വരും. പക്ഷെ ആദ്യത്തെ 3 ഇലക്ട്രോൺസ് മാത്രമുള്ള കോമ്പൗണ്ട്സ് ആണെങ്കിൽ ആറ്റത്താണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടി മാറിയും കൊണ്ടേയിരിക്കും. ഒരേ ആറ്റം തന്നെ വേറെ വേറെ ലിഗാൻസിലൂടെ നിൽക്കുമ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി മാറിയും കൊണ്ടേ, ചിലപ്പോൾ പാരയായിരിക്കും, ചിലപ്പോൾ ഡൈ ആയിരിക്കും. അതിൽ തന്നെ വാല്യൂ കൂടും കുറയും പല രീതിക്ക് വരും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത്. സോ മാഗ്നറ്റിക് ബിഹേവിയറിനുള്ള കാരണം എന്താണ്? അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടോ ഇല്ലേ എന്നുള്ള ഒരു കാര്യം. ഓക്കെ, ഇത്രയുമാണ് വാലൻസ് ബോണ്ട് തിയറി. ഇനി അതിന്റെ ഡ്രോബാക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇവിടെ ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലോട്ട് മാറുന്നു, ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ സൈറ്റ് മാറുന്നു എന്ന് പറഞ്ഞു. അറ്റോമിക് ഓർബിറ്റില് ഹൈബ്രിഡൈസേഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ സൈറ്റ് മാറുന്നു എന്ന് പറഞ്ഞു. ആക്ച്വലി ഇതൊരു അസംഷൻ ആണ്. ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ എന്ന് പറഞ്ഞിട്ട് ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരാളില്ല. ആറ്റത്തിന് അറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ട്, sp_d ഒക്കെ ഉണ്ട്. പക്ഷെ sp3, d2sp3 അങ്ങനെയുള്ള ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞിട്ട് ആരും തന്നെ ഇല്ല. അതൊരു അസംഷൻ ആണ്. അപ്പൊ ഒരു അസംഷന്റെ ബേസിസ് ആണ് VBT നിലകൊള്ളുന്നത് തന്നെ. അപ്പൊ അത് അതിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. ഇനി സ്റ്റെബിലിറ്റിനെ കുറിച്ച് നമ്മുടെ മോളിക്യൂൾസ് പറയുന്നുണ്ടെങ്കിലും എത്രത്തോളം ഒരു മോളിക്യൂൾ സ്റ്റേബിൾ ആണെന്നുള്ള കാര്യം VBT പറയുന്നില്ല. ഒരു മോളിക്യൂൾ, ഒരു കോംപ്ലക്സ് എത്രത്തോളം സ്റ്റേബിൾ ആണെന്ന് ഇവർ പറയുന്നില്ല. നമ്മൾ CFT പഠിക്കുമ്പോൾ, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പഠിക്കുമ്പോൾ അത് എത്രത്തോളം സ്റ്റേബിൾ ആണെന്ന് കൂടി നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ അത് അവിടെ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ അത് പറയാൻ സാധിക്കുന്നില്ല, അതും ഒരു ഡ്രോബാക്ക് ആണ്. sp3 dsp2 ഇത് രണ്ടിന്റെ കോർഡിനേഷൻ നമ്പർ 4 ആണ്. പക്ഷെ ഷേപ്പ് വേറെയാണ്. ഒരാൾ ടെട്രൈഡൽ ആണെങ്കിൽ മറ്റൊരാൾ സ്ക്വയർ പ്ലാനാർ ആണ്. അപ്പൊ എന്തുകൊണ്ട് sp3 ടെട്രൈഡൽ ആയപ്പോൾ dsp2 സ്ക്വയർ പ്ലാനാർ ആയി? ആ ഒരു എക്സ്പ്ലനേഷൻ തരാൻ VBTക്ക് സാധിച്ചിട്ടില്ല. ഓക്കെ, പിന്നെ എന്തുകൊണ്ട് സ്പെസിഫിക് ജിയോമെട്രിയിൽ കാണപ്പെടുന്നു, ആ ഒരു കാര്യം പറയാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ നമ്മൾ പറഞ്ഞു വീക്ക് ഫീൽഡ് ലിഗാൻസ് ഉണ്ട്, സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും എന്തുകൊണ്ട് വീക്കായി, എന്തുകൊണ്ട് സ്ട്രോങ് ആയി, അവരെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ നമ്മുടെ VBTക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ തന്നെ വാലൻസ് ബോണ്ട് തിയറിയുടെ ഡ്രോബാക്സ് ആണ്. സോ അതും കൂടി നമുക്ക് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു തിയറിയിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനിയുള്ളത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയാണ്. അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതിൽ ബാക്കിയുള്ള മോളിക്യൂൾസ് ഒക്കെ കോംപ്ലക്സ് ഒക്കെ നിങ്ങൾ എല്ലാം ചെയ്ത് നോക്കാം. എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് താഴെ കമന്റ് ചോദിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അടുത്ത ക്ലാസ്സുമായി കണ്ടുമുട്ടാം. അതുവരെ ഇവിടെ വന്ന് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.